എടാ നെസ്റ്റോൾ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. സ്ട്രോബെറിക്കൊക്കെ 49 രൂപയുള്ളൂ. എന്നാൽ വാ നമുക്ക് പോവാം. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് ഞങ്ങളിതാ നെസ്റ്റോയിലെത്തി. സ്ട്രോബെറിയുടെ സെക്ഷൻ തരുന്ന നടക്കട്ടോ. പല സാധനങ്ങളുണ്ട്. അത് നമുക്കൊന്നും നമ്മൾ മെയിൻ ചെയ്തില്ല, കാരണം നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പോൾ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ നല്ല ഭംഗിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുനാഫൊക്കെ ലൈവായിട്ടാണ് നമുക്ക് കാണിച്ചിരുന്നത്. പിന്നെ നമ്മൾ സ്ട്രോബെറി തപ്പി സ്ട്രോബെറിയുടെ സെക്ഷനിലെത്തി. അപ്പോൾ ഞാൻ ഒരു ബോക്സ് എടുത്ത്, അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോരോ ബോക്സ് എടുത്ത്, ലാസ്റ്റ് എല്ലാവരുടെ കയ്യിലും സ്ട്രോബെറി ബോക്സ്. പിന്നെ നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ നോക്കി, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോക്കുക എന്നുള്ളത് നമ്മളെ ലക്ഷ്യമാണല്ലോ. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ എല്ലാവരും ആരുതാ വലുത് ആരുതാ ചെറുത് എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സാലഡ് പോലെ. നമുക്ക് ആവശ്യമില്ല, നോമ്പല്ലേ. പിന്നെ കേക്ക്സ് ഉണ്ടായിരുന്നു, അതുപോലെ നട്ട്സൊക്കെ നല്ല നല്ല ഭംഗിയിൽ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡോണറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു ചീസിൻ്റെ പാക്ക് എടുത്തു. നമ്മൾ ബ്രെഡൊക്കെ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് കഴിക്കാമല്ലോ, ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. ഞാൻ ബില്ല് ചെയ്തു. തിരിച്ച് പോവാട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് അതൊരു സ്ട്രോബെറിയും ഒരു ചീസ് പാക്കും മേടിക്കാനാണ് കാര്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ മയിൽ വാഹനമായ ജാസ്നയുടെ വണ്ടിയിലേക്കാണ് പോകുന്നത്. അവളെ കാറാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇതിൽ കയറിയിരുന്ന് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അങ്ങനെ കോട്ടക്കലെത്തി. ഒരാളെ നമ്മൾ കോട്ടക്കൽ സ്റ്റാൻഡിൽ തള്ളാൻ പോവുകയാണ്. അതാണ് റെമി. അങ്ങനെ റെമീനെ ബസ് സ്റ്റാൻഡിൽ തള്ളിയിട്ട് അത്രയേ ഉള്ളൂ.